എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം എനിക്ക് ഡ്യൂട്ടി ആയിരുന്നേ. അപ്പം നമുക്ക് സാധാരണ എനിക്കങ്ങനെ സ്ഥിരം ഡ്യൂട്ടിയൊന്നുമില്ല, വല്ലപ്പോഴും കിട്ടുന്ന ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്കറിയാം എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മകനും എൻ്റെ കെട്ടിയവനും നല്ല പണിയാണ് എനിക്ക് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ വീട് ഫുള്ള് വൃത്തികേടാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പം നമുക്ക് രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് തുടങ്ങാവേ. കുറച്ച് വെട്ടമൊക്കെ അകത്തോട്ട് കയറട്ടെ എന്ന് ഓർത്ത് ഞാൻ ആദ്യം തന്നെ ആ കട്ടനൊക്കെ അങ്ങോട്ട് മാറ്റുവാണ് കേട്ടോ. ഈ കട്ടൻ ഇടുന്ന ഇത് ഞാൻ ടെമോന്ന് വാങ്ങിച്ചതാണേ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കതവിനോ അല്ലെങ്കിൽ ജനലിനോ ഒക്കെ നമുക്ക് വെക്കാം കേട്ടോ. നമുക്ക് ആണയെ അടിച്ച് അല്ലെങ്കിൽ ഭിത്തി തുളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റാക്കുണ്ടെങ്കിൽ നല്ലതാണേ. ഈ ബർത്ത്ഡേയുടെയൊക്കെ എന്തെങ്കിലും ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ പൊക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ അവിടെ തന്നെ അങ്ങ് വിട്ടേക്കും കേട്ടോ. സാധാരണ പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ അവർ തന്നെ അത് പറിച്ച് കളഞ്ഞോളുമല്ലോ. അപ്പോൾ പൊക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ നിർത്തും. അപ്പോൾ അവിടെ നിർത്തിയിരുന്ന ഒരു ബലൂണിൻ്റെ ഒരു ചരട് ആണ് കേട്ടോ അത് ഞാൻ ഈ കട്ടിഞ്ച് കളയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം മാത്തപ്പൻ അതെല്ലാം പറിച്ച് കളഞ്ഞ്, അപ്പോൾ ഈ ചരട് മാത്രം ഇപ്പോൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാനത് കയ്യോടെ അങ്ങ് മാറ്റുവാണേ. മാത്തപ്പ മുകളിലാണ് കേട്ടോ, മുകളിലത്തെ മുറിയിലിരിപ്പുണ്ട്. ഫോൺ കൈ കൊടുത്തിട്ടുണ്ട്, ഫോൺ നോക്കി കാർട്ടൂൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവനെ എനിക്ക് പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരും, പിന്നെ ഈ പൊടിക്കകത്തെല്ലാം കിടന്ന് കളിക്കും. അതുകൊണ്ട് ഞാൻ അവനെ അങ്ങനെ ഇരുത്തിയേക്കുവാണേ. എപ്പോഴും ഒന്നും കൊടുക്കത്തില്ല. ഞാൻ ഇതുപോലെ എനിക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ, അല്ലാതെ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ എൻ്റെ മക്കൾക്ക് ഫോൺ കൈ കൊടുക്കത്തില്ല ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. ചിലരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, പിള്ളേർക്ക് ഫോൺ കൊടുക്കത്തില്ല അങ്ങനെ ഇങ്ങനെയാണ്. അവർക്കൊക്കെ ആൾക്കാർ നോക്കാൻ കാണുമായിരിക്കും. ഒറ്റയ്ക്കൊക്കെ മക്കളെ നോക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് പിള്ളേരെ ഫോൺ കൊടുത്തിട്ട് പോകാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കിടെ അവർ കയറി വരും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ മാത്തപ്പന് ഫോൺ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യാറ്. എനിക്ക് ഈ ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ജോലി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ വീടൊക്കെ എപ്പോഴും നല്ല വൃത്തിക്ക് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജിനു എന്നോട് എപ്പോഴും പറയുന്നത് എനിക്ക് OCD ആണ് കേട്ടോ. ശരിയായിരിക്കും, OCD ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ വീട് എൻ്റെ വൃത്തിക്ക് ഇടണേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വെളിയിലോട്ട് പോയിട്ട് നമ്മൾ കയറി വരുമ്പോഴാണേലും നമ്മുടെ വീട് വൃത്തിക്ക് കിടക്കുന്ന കാണാൻ ഒരു രസമല്ലേ. ഞാൻ എവിടെയെങ്കിലും പോകാൻ നേരം പോലും എൻ്റെ വീട് നല്ല വൃത്തിക്കിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. നാട്ടിലാണെങ്കിലും അതെ, എൻ്റെ വീട് ഞാൻ മാക്സിമം വൃത്തിക്കാണ് ഇടുന്നത്. എൻ്റെ വീട് ഒരു ചെറിയ വീടാണ്, പക്ഷേ ഞാൻ എപ്പോഴും നല്ല വൃത്തിക്ക്, അത് എൻ്റെ വീട്ടിൽ അറിയാവുന്നവർക്കറിയാം കേട്ടോ, അടുത്തുള്ളവർക്കൊക്കെ അറിയാം. കാരണം എൻ്റെ അമ്മ തയ്യൽക്കാരി ആയതുകൊണ്ട് അമ്മ എപ്പോഴും എന്താ പറയുന്നത്, തയ്ച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് അമ്മയ്ക്ക് എത്ര ബക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അമ്മ അത് വെട്ടി താഴെ ഇടും കേട്ടോ. ഞാൻ അത് ക്ലീൻ ചെയ്യും, അമ്മ നിരത്തും, ഞാൻ ക്ലീൻ ചെയ്യും, അമ്മ നിരത്തും. അതിനാണ് ഞാനും അമ്മയും ഏറ്റവും കൂടുതൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഈ എപ്പോഴും വീട് വൃത്തിയാക്കി കിടക്കണം കേട്ടോ, അതെനിക്കൊരു ഭയങ്കര നിർബന്ധമാണേ. പണ്ടൊക്കെ ചേച്ചിയുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഞാനും ചേച്ചി അടുക്കള ക്ലീൻ ചെയ്താൽ ഞാൻ റൂം ക്ലീൻ ചെയ്യും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചേച്ചി കല്യാണം കഴിച്ച് പോയപ്പോഴത്തേക്ക് പിന്നെ മുഴുവൻ ക്ലീനിങ്ങും ഞാൻ ഒറ്റയ്ക്കായി. പക്ഷേ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ നാട്ടകത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ഒരു 2.5 വർഷം ജോലി ചെയ്തിരുന്നത്. അവിടെ എനിക്ക് ഈ സെയിം ക്ലീനിങ് ആയിരുന്നു ജോലി. അപ്പം എനിക്കെന്തോ ഈ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെയും എന്നെ ഇന്ന് വരെ ആരും ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ മാറ്റി നിർത്തിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഉണ്ടല്ലോ അല്ലേ. ഓരോരുത്തർക്കും ചിലപ്പോൾ പടം വരയ്ക്കുന്നതായിരിക്കും, പാട്ട് പാടുന്നതായിരിക്കും, ഡാൻസ് കളിക്കുന്നതായിരിക്കും. അതുപോലെ ആരെങ്കിലും എന്നോട് ചോദിക്കുക നിനക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ നിനക്ക് എന്താണ് ഹോബീസ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് ക്ലീനിങ് ആണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ക്ലീൻ ചെയ്ത് എൻ്റെ വീട് നല്ല വൃത്തിക്ക് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണേ. എനിക്കറിയാം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്നാണേലും വീട് ഇങ്ങനെ ആയിരിക്കും, തലകുത്തി ആയിരിക്കും വെച്ചേക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ എൻ്റെ ദേഷ്യം മുഴുവൻ മനസ്സിലുണ്ടെങ്കിൽ പോലും ഞാൻ പുറത്ത് ചിലപ്പോൾ ഞാൻ പിടിപെട്ട് പോവും. എങ്കിൽ പോലും ഞാൻ കഴിവതും, കാരണം ആ പാവം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്നതല്ലേ, എനിക്കിത് വല്ലപ്പോഴും കിട്ടുന്ന ജോലിയല്ലേ. അപ്പം ഞാൻ വന്നിട്ട് ഈ ദേഷ്യപ്പെടുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് ഞാൻ ഇപ്പോൾ ഫുഡ് പോലും ഞാൻ ജിനുവിനെ കൊണ്ട് വെപ്പിക്കത്തില്ല കേട്ടോ. ഞാൻ തന്നെത്താനെയാണ് രാവിലെ പോകുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്. സാധാരണ ഇവിടെ ഉള്ളവരെല്ലാം ഇപ്പം ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പം വൈഫ് കിച്ചണിൽ ജോലി ചെയ്യും. അങ്ങനെ മാറി മാറിയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ ജിനു എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിവതും ഞാൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നതും എടുക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാ കാര്യവും ഞാൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് ആലോചിച്ചതായിരുന്നു. ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തേക്കാമെന്ന് ഓർത്തു. പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായിപ്പോയി.
ജിനുവിന് ഡ്യൂട്ടി ഉള്ള ദിവസമൊക്കെ ഞാൻ മാക്സിമം മാത്തപ്പൻ്റെ കൂടെ തന്നെ അങ്ങ് കിടക്കും കേട്ടോ. മാത്തപ്പൻ എഴുന്നേറ്റ് വരുന്ന കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് താഴോട്ട് ഇറങ്ങി വരുന്നത്. പിന്നെയാണ് ദോശ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ പരിപാടികളെല്ലാം പിന്നെ അങ്ങനെയാണ്. മാത്തപ്പൻ അല്ലെങ്കിൽ കിടന്ന് വഴക്കുണ്ടാക്കും. ഞാൻ താഴെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് പുള്ളി വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് കയറി പോകുന്നത് അത് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് ഒരുപോലെയാണ് താഴോട്ട് വന്നിട്ട് എല്ലാം ചെയ്യുന്നത്. മാത്തപ്പന് ടി വി വെച്ച് കൊടുക്കും. ടി വി വെച്ച് കൊടുക്കുമ്പോൾ ആ പുള്ളി അത് കാർട്ടൂണും കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളും കേട്ടോ. ആ നേരത്ത് ഞാൻ പെട്ടെന്ന് ദോശയോ എന്നാന്ന് വെച്ചാൽ ഉണ്ടാക്കും. ഇതിപ്പോൾ താഴെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് പുള്ളീനെ മേളിൽ തന്നെ ഇരുത്തിയേക്കുന്നത്. അല്ലെങ്കിൽ പുള്ളി താഴോട്ട് ഇറങ്ങി വരും. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഓടി നടക്കും. അതുകൊണ്ടാണ് ഫോൺ കൊടുത്ത് മേളിൽ തന്നെ ഇരുത്തിയേക്കുന്നത്. കയ്യോടെ ഈ സോഫയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചും ഒക്കെ ഇടുവാണേ. ഇത് ഒരാഴ്ച അല്ലെ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ഞാൻ സാധാരണ ഇങ്ങനെ സോഫയൊക്കെ തുടക്കാറ്. ഈ മാറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഉള്ളത്. ഡെയിലി മാറ്റി ക്ലീൻ ചെയ്യത്തൊന്നുമില്ല. കാരണം അത് പൊക്കിയെടുത്ത് മാറ്റുന്നത് ഇച്ചിരി പ്രയാസമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാഴ്ച കൂടിയേ അത് മാത്രം ക്ലീൻ ചെയ്യത്തുള്ളൂ. ബാക്കി എന്നും തൂത്തുവാരിയൊക്കെ എന്നും ഇടും. പക്ഷേ എടുത്ത് മാറ്റുന്ന ഒരാഴ്ച കൂടിയേ ഉള്ളൂ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കാരണം മാത്തപ്പൻ മൂഡ് മാറി എപ്പോഴാണ് താഴോട്ട് വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തിടുവാണേ. ഇതിൻ്റെ മേളിൽ ഞാൻ മാത്തപ്പൻ്റെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ഇതെല്ലാവേ. അതെല്ലാം താഴോട്ട് ഇറക്കി വെച്ച് അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതൊന്ന് മാറ്റിയിട്ടാലോ, ഈ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടാലോ, പൊസിഷൻ മാറ്റിയാലോ എന്നൊക്കെ. ചിലപ്പോൾ എനിക്ക് ചെറിയ വട്ടളകാറുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിൻ്റെ പൊസിഷനൊക്കെ മാറ്റുവേ. അങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ. മാറ്റണോ, അവിടെ നിന്ന് ആ പൂക്കളെടുത്ത് മാറ്റിയിട്ട് ചെയർ അങ്ങോട്ട് മാറ്റിയിടണോ, അപ്പോൾ അവിടെ നിന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, അതോ ചെയർ ഇവിടെ തന്നെ കിടക്കുന്നതാണോ നല്ലത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. പിന്നെ മാറ്റിയില്ല. അത് അവിടെ തന്നെ കിടക്കട്ടെ, ഇങ്ങനെ തന്നെ കിടക്കട്ടെ, പിന്നെ നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഇട്ട് കേട്ടോ. ആ മൂല കുറച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോഴത്തേക്ക് മാത്തപ്പൻ്റെ സ്കൂട്ടറും ബൈക്കും അവിടെയൊക്കെ ഇരിപ്പുണ്ട് സാർ. അതെല്ലാം ഒന്ന് മാറ്റി അവിടെയും കൂടെ ആ മൂലയും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മളുടെ ദൈവത്തിൻ്റെ ഫോട്ടോ ഇരിക്കുന്നിടമൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്നെ കയ്യോടെ ഏതായാലും ഇന്ന് ക്ലീൻ ചെയ്യുമല്ലേ, അപ്പോൾ മൊത്തത്തോടെ അതും കൂടെ ഒന്ന് ചെയ്തേക്കാന്ന് ഓർത്തിട്ടോ. ഈ ഒരു ചെടി നമുക്കിവിടെ വാങ്ങിക്കാനും കിട്ടും. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചതല്ല. ഇത് ഞാൻ അടുത്തുനിന്ന് പറിച്ച് കൊണ്ട് വെച്ചതാണ്. ഇത് ആദ്യമേ ഉണ്ടായി വരുന്നത് കാണാൻ നല്ല വൈറ്റ് കളറിലാണ്. നമ്മൾ ഒരു സിനിമയ്ക്കകത്ത് കാവ്യമാധവൻ ഒരു സോങ്ങിനകത്ത് പിടിക്കത്തില്ലേ, അത്ര ടൈപ്പ് നല്ല രസമാണ് ഇത് കാണാൻ നേരിട്ട്. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേജിലാവേ. തെമുവിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും, പല കളറിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇതെനിക്ക് ഒരിടത്തുനിന്ന് കിട്ടിയതായതുകൊണ്ട് ഞാനിതിങ്ങനെ പറിച്ചു കൊണ്ട് വെച്ചതാണ്. ഇതൊരു വെച്ചിട്ട് തന്നെ ഇപ്പോൾ ഇത് 2-3 വർഷമായി. കാരണം ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇതെല്ലാം കാണാം, ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മൊത്തം പൊഴിഞ്ഞ് അതിലെ കൂടെ എല്ലാം പറന്ന് കിടക്കുവാണേ. പിന്നെ അതേ കയ്യോടെ ആ പിറക്കിയെടുത്ത ബോളെല്ലാം മാത്തപ്പന് മേളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാത്തപ്പനോട് മാറി നിൽക്കുക, അമ്മ അങ്ങോട്ട് ഇട്ട് തരാമെന്നാണ് പറയുന്നത്. ഞാൻ മേളിൽ ഇടുന്നതൊക്കെ വെറുതെ 5 മിനിറ്റത്തേക്കേ ഉള്ളൂ. പിന്നെയും പുള്ളി അത് താഴോട്ട് കൊണ്ടുവരും. താഴെ നമുക്ക് ഒരു മുറി ഏതായാലും അവിടെ ആരും കിടക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ മുറിയിലാണ് ഞാൻ കുറേ ടോയ്സും ഇതുപോലെ ബോളും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചേക്കുന്നത്. എൻ്റെ തുണിയും കാര്യങ്ങളും എല്ലാം അലക്കിയതെല്ലാം കൊണ്ടിടുന്ന ആ മുറിയിലാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് ഇത് ഇടാമെന്ന് ഓർത്തത്. പക്ഷേ പുള്ളിക്കാരൻ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താഴോട്ട് പിന്നെയും കൊണ്ടുവരും. അപ്പോൾ ഞാൻ എല്ലാം മാത്തപ്പനോട് മാറ്, ഞാൻ അമ്മ അങ്ങോട്ട് ഇട്ട് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി എനിക്കത് തിരിച്ചിങ്ങോട്ട് ഇട്ട് തരുമോ? ഞാൻ പറഞ്ഞു മോനെ അമ്മ അത് അങ്ങോട്ട് ഇട്ട് തരാം. അപ്പോൾ ഓക്കെ ശരിയാകത്തില്ല, അവൻ ഇങ്ങോട്ട് ഇട്ട് തന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് കയ്യോടെ ഞാൻ തന്നെ മേളിൽ കൊണ്ട് ഇട്ടിട്ട് വരാമെന്ന് ഓർത്ത് ഞാനത് കൊണ്ട് ഇടാൻ പോവാണേ. ഒരു പണി ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അത് ഇരട്ടിപ്പണിയായി പോവല്ലോ ഈശ്വരാ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇത്. ആദ്യം തന്നെ അങ്ങ് കൊണ്ട് ഇടുമായിരുന്നെങ്കിലോ അത്രയും നേരം പോകത്തില്ലായിരുന്നല്ലോ. ഈ ചുമ്മാ സമയം കളഞ്ഞല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. പിന്നെ കയ്യോടെ തന്നെ ആ ബോളെല്ലാം പറക്കിയെടുത്ത് മേളിൽ നമ്മുടെ മുറി തന്നെ കൊണ്ടിടുവാണ് കേട്ടോ. അതെല്ലാം കൊണ്ട് താഴെയിട്ട് മേളിൽ കൊണ്ടിട്ട് പിന്നെ നമ്മുടെ താഴെ വന്ന് നമ്മുടെ ദൈവങ്ങളുടെ രൂപം ഇരിക്കുന്നിടത്തെല്ലാം ക്ലീൻ ചെയ്യുവാണേ. ഇത് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് കയ്യോടെ അതെല്ലാം ക്ലീൻ ചെയ്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റാമെന്ന് കരുതിയേ. നേരത്തെ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ടേബിളിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് ഈ തട്ട് നമ്മുടെ ശ്രീതേൻ്റെ വീട്ടിൽ ഇങ്ങനെ അവരെന്തോ വീടിൻ്റെ എന്തോ പണിതപ്പോഴോ ഇങ്ങനെ ഒരു തട്ട് അവിടെ മിച്ചം വന്നപ്പോഴത്തേക്ക്, അല്ല പഴയ ശ്രീതേൻ്റെ വീട്ടിൽ അവരിങ്ങനെ തട്ടയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ശ്രീതേനോട് ചോദിച്ചു എനിക്ക് ഇതുപോലെ തരുമോ എന്ന് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു അവിടെ കിടപ്പുണ്ട് വന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ഞാൻ തന്നെ ടെമൂന്ന് സാധനം ഓർഡർ ചെയ്ത് അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം മേടിച്ച് ഞാൻ തന്നെ അടിച്ചു വെച്ച് ഉണ്ടാക്കിയതാണ് ഈ ഒരു തട്ട്. അപ്പം ഈ രൂപങ്ങളൊക്കെ ഞാൻ ടെമൂന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. ഈശോയുടെ ആ ഫോട്ടോയും ആ ഗുരുദേവൻ്റെ ഫോട്ടോയും മാത്രമേ ഉള്ളൂ. പിന്നെ ആ വിളക്കും എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന എൻ്റെ ഔസേപിതാവിൻ്റെ ഒരു തിരുക്കുടുംബമുണ്ട്, അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. ബാക്കിയെല്ലാം ടെമൂന്ന് വാങ്ങിച്ചതാണ്. ഞാൻ സംസാരിക്കുന്നതിൽ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ടോ എനിക്കറിയാൻ മേല. ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ.
ഈശോയുടെ ഫോട്ടോ ചെറുതും ഗുരുദേവൻ്റെ ഫോട്ടോ ഇത് തന്നെ വലുതായിട്ടിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? അതിലൊരു കഥയുണ്ട് കേട്ടോ. ഈശോയുടെ ഫോട്ടോ ഞാൻ എൻ്റെ ചേച്ചിയോട് വാങ്ങിക്കാൻ പറഞ്ഞു. ഈശോയുടെ ഫോട്ടോ എനിക്കറിയാം, കാരണം ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്കറിയാം എവിടെയാണ് നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ വാങ്ങിക്കാൻ കിട്ടുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോയുടെ ഫോട്ടോ ഞാൻ സെൻറ്റ് ആൻഡ്രൂസ് പള്ളിയിൽ നിന്നാണ്, നാമ്പറത്തെ പള്ളിയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. എൻ്റെ ചേച്ചിയെ കൊണ്ട് വാങ്ങിപ്പിക്കുമായിരുന്നു. ഈ ഗുരുദേവൻ്റെ ഫോട്ടോ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനു മുന്നേ ദേ ഈ കുരിശ് കണ്ടോ, ഇത് നമ്മുടെ ഇവിടെ ഓശാനയ്ക്ക് ഇവിടെ ഇംഗ്ലീഷ് പള്ളികളിൽ കൊടുത്ത കുരിശാണ് കേട്ടോ. അത് എനിക്കൊന്ന് കുരുത്തോലയാണോ അതോ ഇനി വേറെ വല്ല ഇലയാണോ എന്നറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ട്. അവരത് ആ കുരിശിൻ്റെ മോഡൽ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പള്ളികളിൽ വെച്ചേക്കുമായിരുന്നു. ഒരു ദിവസം എന്തിനോ ആവശ്യത്തിന് ഞങ്ങളങ്ങനെ ഇംഗ്ലീഷ് പള്ളിയിൽ പോയപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഞാൻ എടുത്താണ്. ഇത് നമ്മുടെ മലയാളി പള്ളിയിൽ പോയപ്പോൾ ഞാൻ അന്ന് ഓശാനയ്ക്ക് പോയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയതാണ്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മുടെ ഫോട്ടോയുടെ കഥ ഗുരുദേവൻ്റെ ഫോട്ടോ സാധാരണ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? അമ്പലങ്ങളിൽ സാധാരണ ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ വിൽക്കാൻ. അല്ലാതെ എനിക്കറിയത്തില്ല ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ജിക്കുച്ചിയോട് പറഞ്ഞ്, ജിക്കുച്ചി എനിക്കിതുപോലെ ഒരു ഗുരുദേവൻ്റെ ഫോട്ടോ വേണം ജിനു പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഡെലിവറി സമയത്ത് നാട്ടിലായിരുന്നേ. അപ്പം നാട്ടിൽ നിന്ന് തിരിച്ച് പോയപ്പോഴത്തേക്ക് കൊണ്ടുപോയതാണ് ഈ ഫോട്ടോസ്. അപ്പം ഞാൻ ജിക്കുച്ചിയോട് പറഞ്ഞു, ജിക്കുച്ചി ആരാന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ ജിനുവിൻ്റെ ചേട്ടനാണ്. അപ്പം ജിക്കു എന്നാണ് ശരിക്കും പേര്, ജിക്കു എന്നാണ്. അപ്പോൾ ജിക്കുവിനെ എല്ലാവരും ജിക്കുച്ചി എന്നാണ് വിളിക്കുന്നത്, ഞാനും ജിക്കുച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജിക്കുച്ചിനോട് ഞാൻ പറഞ്ഞു, ജിക്കുച്ചി എനിക്കിതുപോലെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജിക്കുച്ചി ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ജിക്കുച്ചി പ്രിൻ്റ് എടുക്കുന്നവർക്ക് കൊടുത്ത് അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യിപ്പിച്ചാണ് കേട്ടോ. പക്ഷേ ജിക്കുച്ചി ഓർത്ത് സാധാരണ ഫോട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി വലുതായിട്ടിരുന്നോട്ടെ, വീടുകളിൽ സാധാരണ ഇച്ചിരി വലിയ ഫോട്ടോ അല്ലേ എല്ലാവരും കയറി വരുന്നിടത്തൊക്കെ വെക്കുന്നത്, അങ്ങനെയാണ് ജിക്കുച്ചി ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയല്ലായിരുന്നോ. അപ്പം ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും ചേച്ചിയും, അതായത് ജിക്കുച്ചിയുടെ വൈഫ് എൻ്റെ ചേട്ടത്തിയും ഞങ്ങളുടെ അമ്മ ജിനുവിൻ്റെ അമ്മയും കൂടെ ഭയങ്കര വഴക്കായി കേട്ടോ. ജിക്കുച്ചിയോട് വഴക്കുണ്ടാക്കി, ഇതെന്തിനാ ഇത്രയും വലിയ ഫോട്ടോ വാങ്ങിച്ച്, അവൾക്കത് കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ, എന്തിനാ ഇത്രയും വലുതാക്കിയത്, അപ്പോൾ അവൾക്കത് കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ, അപ്പോൾ ബാഗ് വെക്കണ്ടേ, അവൾക്കത് പറ്റുമോ ഇത്രയും വലുതൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞ്, റിയ ആണ്ടെ ജിക്കുച്ചി കൊണ്ടുവന്ന ഫോട്ടോ കുറച്ച് വലുതായിപ്പോയി, നീ അത് കൊണ്ടുപോകാതിരിക്കല്ലേ കേട്ടോ. ഞാൻ പറഞ്ഞു, അതിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലേ ജിക്കുച്ചി ഫോട്ടോ വാങ്ങിച്ച്, പിന്നെ എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞേ. അതല്ലേ റിയ, അത് വാങ്ങിച്ചപ്പോൾ കുറച്ച് വലുതായിപ്പോയി, അതിന് അവളും അവനും കൂടെ പിടിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വഴക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷേ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അവളെങ്ങനെ ഇത് കൊണ്ടുപോകും, ഇതെങ്ങനെ അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് പോകും, ഇത്രയും വലിയ ഫോട്ടോ എന്തിനാ വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ ജിക്കുച്ചിയുടെ വഴക്കുണ്ടാക്കിയേ. അതൊരു പാവമാണ് കേട്ടോ, എൻ്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല, വെറും ഒരു പാവമാണ് എൻ്റെ ജിക്കുച്ചിയെ. അപ്പം ജിക്കുച്ചി ഒന്നും മിണ്ടുന്നില്ല, ജിക്കുച്ചി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം എന്നോട് അമ്മ പറഞ്ഞ്, നീ ഇത് കൊണ്ടുപോകാതിരിക്കരുത് റിയ, ഇത് കൊണ്ടുപോകാതിരിക്കരുത്, അല്ലെങ്കിൽ പിന്നെ ചേച്ചി ജിക്കുച്ചിക്ക് സമാധാനം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, ഞാൻ പറഞ്ഞിട്ടല്ലേ ഏതായാലും ജിക്കുച്ചി ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഫ്രെയിം ചെയ്തത്, അത് സാരമില്ല, വലുതാണേലും ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ച ഫോട്ടോയാണ്, അതുകൊണ്ടാണ് ഈ ഗുരുദേവൻ്റെ ഫോട്ടോ ഇച്ചിരി വലുതായിട്ടിരിക്കുന്നത്. പക്ഷെ അത് ഞാൻ കളഞ്ഞിട്ടില്ല, അത് എന്നും അതുപോലെ തന്നെ എൻ്റെ ഈശോപ്പയുടെ അടുത്ത് തന്നെ ആ ഗുരുദേവൻ്റെ ഫോട്ടോയും ഇപ്പം ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എൻ്റെ ദൈവങ്ങളുടെ ഫോട്ടോ മാത്രമേ വെക്കത്തുള്ളൂ, അല്ല ജിനുവിൻ്റെ വെക്കത്തില്ല, അങ്ങനെയില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ടെമൂന്ന് വാങ്ങിച്ചതാണ്, ഈ കൃഷ്ണൻ്റെ ഫോട്ടോ എല്ലാം. ഇതൊന്നും ജിനു പറഞ്ഞിട്ട് ഒന്നും മേടിച്ചല്ല, പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതെല്ലാം മേടിച്ച് വെക്കണമെന്ന്, അങ്ങനെ മേടിച്ച് വെച്ചതാണ്. രണ്ടുപേരെയും ഞാൻ ഒരുപോലെ തന്നെ വിളക്കം കത്തിക്കും, ഞാൻ മെഴുകുതിരിയും കത്തിക്കും. ഞാൻ പക്ഷെ പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ ദൈവത്തോടാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഒരു തിരിച്ച് തീരുമാനം കാണിച്ചിട്ട് അങ്ങനെ കൈയോടെ നമ്മുടെ ആ തട്ടെല്ലാം ക്ലീൻ ചെയ്യുവാണേ. അതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ സാമ്പ്രാണി കത്തിച്ചതും മെഴുകുതിരിയുടെ ഉരുകി വീണതിൻ്റെ കുറച്ച് പാടൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൈയോടെ തന്നെ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുവാണേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ ഇഷ്ടം നമ്മുടെ മറ്റേ രൂപങ്ങളുണ്ടല്ലോ, അങ്ങനത്തെയാണ്, ദൈവത്തിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ വാങ്ങിച്ചു വെക്കാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ നാട്ടിൽ നിന്ന് അത് കൊണ്ടുവരാൻ ഇച്ചിരി പാടായതുകൊണ്ടും പിന്നെ വെയിറ്റിൻ്റെ ഒരു ഇതൊക്കെ വന്നതുകൊണ്ടും ഞാൻ ഫോട്ടോയിലോട്ട് മാറ്റിയതാണ്. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് ഇനി നമ്മൾ വലിയ രീതിയിലൊക്കെ എന്താ പറയുന്ന ഒരു നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അന്നൊക്കെ ചിലപ്പം വാങ്ങിച്ചു വെക്കുമായിരിക്കും ഭാവിയിൽ, അറിയത്തില്ല. പക്ഷേ എനിക്ക് എപ്പോഴും അങ്ങനത്തെ രൂപങ്ങളാണ് കേട്ടോ ഇഷ്ടം ഫോട്ടോയിലും. ഇതൊക്കെ ഞാൻ
ടെമൂന്ന് വാങ്ങിച്ചതാണ് ഇതൊക്കെ. ഈ തിരുക്കുടുംബം ഞാൻ ടെമൂന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ വലിയ എന്താ പറയുന്നത്, ടെമൂന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഒരു ഇത് പക്ഷെ നമുക്ക് കാണാം നമ്മുടെ ഔസേപ്പിതാവിൻ്റെ മാതാവിൻ്റെ ഉണ്ണീശോയുടെ ഫോട്ടോ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ അതിൻ്റെ അകത്തുനിന്നാണ് ഞാൻ ആ ശിവൻ്റെ ഫോട്ടോ വാങ്ങിച്ചതും കൃഷ്ണൻ്റെ ഫോട്ടോ വാങ്ങിച്ചതും ഒക്കെ ടെമൂന്നാണ്. അതൊന്നും വലിയ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ടെമൂന്ന് വരാനുണ്ട്. കാരണം നമ്മൾ കാണിക്കുന്ന ആ ഫോട്ടോ ആയിരിക്കത്തില്ല അവർ ചിലപ്പോൾ വരുമ്പോഴത്തേക്ക്. അങ്ങനെ ചെറിയ അബദ്ധങ്ങളൊക്കെ ടെമൂന്ന് പറ്റാറുണ്ട്. അത് പറ്റിയ ഒരു അബദ്ധം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു പത്രം, ഇത് കൃപാസന മാതാവിൻ്റെ പത്രമാണ് കേട്ടോ. ഇത് എനിക്ക് ഒരു ദിവസം ഇതുപോലെ, ഞാൻ എവിടെയും ജിനുവിൻ്റെ കൂടെ പോകത്തുള്ളൂ കേട്ടോ. ഞാൻ തന്നെ എങ്ങും പോകത്തില്ല. സാധാരണ എനിക്കിവിടെ വഴി അറിയാത്തതുകൊണ്ട് ഞാൻ എങ്ങും തന്നെ പോകത്തില്ല. പിന്നെ നല്ലതായിട്ട് ഇംഗ്ലീഷും പറയണമല്ലോ നമുക്ക്. പിന്നെ ഇംഗ്ലീഷ് നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ കഴിവതും എങ്ങും തന്നെ പോകത്തില്ലേ. അപ്പം ജിനുവിൻ്റെ കൂടെയാണ് എവിടെയും പോകാറ്. അപ്പം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇതുപോലെ എവിടെയാണോ പ്രൈമാർക്കിലോ എവിടെയോ എന്നോട് ഒറ്റയ്ക്ക് നീ പോവും, നീ ബസ്സിന് കയറി തന്നെ പോവും, അങ്ങനെയല്ലേ പഠിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് പേടിയായിരുന്നു. പക്ഷെ അന്ന് എന്തോ ഡ്രസ്സോ കാര്യങ്ങളോ മാത്തപ്പനോ വീട്ടിൽ ഇരുന്ന് എന്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം പോകണം, ജിനു വരത്തുമില്ല. ജിനുവിന് ഒരു സമയം എന്താ കടയിലൊക്കെ പോയാൽ പെട്ടെന്ന് സാധനം എടുക്കണം, പെട്ടെന്ന് വരണം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഒരു സാധനം വാങ്ങിയില്ലേ പോലും ഞാൻ ഇങ്ങനെ എല്ലാം കണ്ടും കേട്ടുമൊക്കെ നടക്കുവേ. അപ്പോൾ അത് ജിനുവിന് നല്ലതായിട്ട് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പൊക്കോ, നീ എത്ര സമയം എടുത്താലും സാരമില്ല, നീ ബസ്സിന് കയറി പൊക്കോ, എന്നിട്ട് നീ വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ദിവസം തപ്പി കണ്ടുപിടിച്ച് പോയപ്പം തിരിച്ചു വരാൻ വേണ്ടി എനിക്കറിയത്തില്ല, എവിടെ പോയി നിൽക്കണമെന്ന് അറിയത്തില്ല. കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് ഇങ്ങനെയൊക്കെ പോയി. ഇവിടെ ഞാൻ നോക്കിയിട്ടൊന്നും ഒരു മലയാളികളോ അല്ല ആരോടൊന്നും സംസാരിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിട്ട് നിൽക്കും. അപ്പോഴത്തേക്കാണ് ഭാഗ്യത്തിന് ഒരു ചേച്ചീനെ കണ്ടത് ബസ് സ്റ്റോപ്പിൽ വെച്ച്, ഒരു മലയാളി ചേച്ചി. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ഇന്ന് ചോദിച്ചു, ചേച്ചി ഇതുപോലെ ഞങ്ങളുടെ സ്ഥലത്തോട്ട് പോകുന്ന ബസ് ഏതാണെന്ന് അറിയോ, എങ്ങോട്ടാണ് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇതുപോലെ ഇന്ന സ്ഥലത്ത് പോയി നിന്നാൽ മതി, 4-ാം നമ്പർ. ഇവിടെ ഓരോ ബസ്സിനും നമ്മുടെ നാട്ടിലെ പോലെ പേരല്ല, നമ്പറാണേ, 4, 3, 2 അങ്ങനെ നമ്പരാണ്. അപ്പോൾ അതുപോലെ ആ നമ്പറുള്ളിടത്ത് പോയി നിന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാനൊരു സാധനം തന്നാൽ വാങ്ങിക്കുമോ. ഞാൻ പറഞ്ഞു, അതിന് എന്നാ ചേച്ചി വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞേ. അങ്ങനെ ആ ചേച്ചി എനിക്ക് തന്ന പത്രമാണ് കേട്ടോ. ഇപ്പോൾ ഒരു വർഷത്തോളം എങ്കിലും ആയി കാണും. അന്ന് അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുവാണേ. ഇതാണ് എനിക്ക് പറ്റിയ അബദ്ധം കേട്ടോ. ഞാനൊരു ഗണപതിയുടെ ഫോട്ടോ അല്ല ഈ ഒരു ഇത് കണ്ടോ, എൻ്റെ ഈ വിരലിൻ്റെ ഇത്രയേ ഉള്ള സാധനം ഞാനിത് കാറി വെക്കാൻ വേണ്ടി ടെമൂന്ന് ഓർഡർ ചെയ്തതാണ്. കണ്ടപ്പോഴത്തേക്ക് ഈ കൃഷ്ണൻ്റെ ആ ഒരു ഇത് കണ്ടോ, അത്രയും കാണുമെന്നോർത്താണ് ഓർഡർ ചെയ്തത്. പക്ഷേ സാധനം വന്നപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വേസ്റ്റ് ഇട്ട് പോയതിനെ, കവറിൻ്റെ അകത്ത് കിടക്കുന്ന പോലും ഞാൻ കണ്ടില്ല. അവസാനം ഞാൻ ഇങ്ങനെ മേടിച്ച സാധനങ്ങളെല്ലാം ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് അയ്യോ ഒരു ഗണപതിയും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് കവർ പോയി തപ്പിയപ്പോഴത്തേക്ക് അതിൻ്റെ മൂലയിൽ കിടന്ന് കിട്ടിയില്ല. ഞാൻ സത്യമായിട്ട് അത് വേസ്റ്റിലിട്ട് കളഞ്ഞാൽ, അതുപോലെ ചെറുതാണ്, അത് കാണത്ത് പോലും ഇല്ലാത്തൊരു സാധനം. അങ്ങനെ ചെറിയ ചെറിയ അമളികൾ ടെമൂന്ന് വാങ്ങിക്കുമ്പോൾ പറ്റാറുണ്ട് കേട്ടോ. പിന്നെ കയ്യോടെ നമ്മുടെ ഫ്ലവർ വേസൊക്കെ ഇത് ഞാൻ ഹോം ബാർഗൻസിൽ നിന്ന് വാങ്ങിച്ചാന്ന് തോന്നുന്നു. ഹോം ബാർഗൻസ് ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇരിക്കുന്ന കാണാം കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാ കടയിലും അതാ കേട്ടോ. ചിലപ്പോൾ നാട്ടിലെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലിഡിൽ അല്ലെ അൽദി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലിയ ഷോപ്പെന്ന് വെച്ചാൽ ഇവിടുത്തെ ചെറിയ ഷോപ്പാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഷോപ്പാണ്. നമ്മൾ നാട്ടിൽ മറ്റേ അടുത്തോട്ട് ഓടിപ്പോയി നമ്മുടെ അടുത്തുള്ള കടയിൽ പോകുന്നു, അല്ലെങ്കിൽ അവിടെ പോയി വാങ്ങിക്കുന്നു, അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളിൽ കണ്ടപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ കടകളാണ് ഇവിടെ എല്ലാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ വലിയ വലിയ കട കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ കടയിലും എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഹോം ബാർഗൻസിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ, അതുപോലെ പല പല കടകളുണ്ട് കേട്ടോ. ബിയാൻക്യൂവിലൊക്കെ പോയാലും ഇഷ്ടം പോലെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്ന കടകളും ഉണ്ട്. അവിടെയൊക്കെ പോയാൽ നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല, അതുപോലെ രസമാണ് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതായിട്ട്. നമ്മളൊന്നും വാങ്ങിച്ചില്ലേ പോലും എനിക്കിതിങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് കൂടുതലും ജിനുവിന് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമില്ലാത്തതും. കാരണം ഞാനൊരു പാല് വാങ്ങിക്കാൻ പോയാൽ പോലും അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കളയും. പക്ഷേ ജിനു ഒരു പാലെടുക്കാൻ പോയാൽ മറ്റേ ആ ഒരു ചേട്ടൻ പറയുമല്ലോ, മറ്റേ മുടിയില്ലാത്ത ഒരു ചേട്ടൻ ഒരു വീഡിയോ ചെയ്യുമല്ലോ, ആണുങ്ങളോട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ അവരത് കറക്റ്റ് ആ സാധനം മാത്രം വാങ്ങിച്ചുകൊണ്ട് വരും. പെണ്ണുങ്ങളാണ് അതിന് പകരം പോകുന്നതെങ്കിൽ അവർ ഒരു സാധനത്തിന് പകരം ഒരു 10 സാധനം എടുത്തുകൊണ്ട്, അത് സത്യം പറഞ്ഞാൽ സത്യം കേട്ടോ. നമുക്ക് ഒന്നും വേണ്ടെങ്കിൽ പോലും നമ്മളവിടെ നിന്ന് വെറുതെ സമയം കളയല്ലേ, വെല്ലമൊക്കെ കണ്ട് അല്ലറ ചില്ലറ എന്നെങ്കിലും എടുത്തുകൊണ്ട് വരും. പക്ഷേ ആണെങ്കിൽ ഇപ്പം ജിനുവിനോട് പറയുന്നത് ആ ജിനു ആ പാല് മാത്രമായിരിക്കും കേട്ടോ മേടിച്ചോണ്ട് വരുന്നത്. അത് ഭയങ്കര സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ പെണ്ണുങ്ങൾ കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, നമുക്ക് വാങ്ങിക്കേണ്ടാത്ത സാധനങ്ങളായിരിക്കും മിക്കതും ഇരിക്കുന്നത്, എങ്കിലും നമ്മുടെ കണ്ണ് അതിലോട്ട് പതിയും. പക്ഷേ ആണുങ്ങളെ സംബന്ധിച്ച് അവർ ആ വാങ്ങിക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്.
പിന്നെ കയ്യോടെ എല്ലാം തന്നെ തിരിച്ചെടുത്ത് വെച്ച് അവിടുന്ന് എടുത്ത സാധനങ്ങൾ അതുപോലെ തന്നെ എല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. വിളക്ക് മാത്രം വെച്ചില്ല. വിളക്ക് ഞാൻ അവിടുന്ന് ഏതായാലും എടുത്തതല്ലേ, അതൊന്ന് കഴുകിയിട്ട് 2 ദിവസം ഒരാഴ്ചയൊക്കെ ആയായിരുന്നു കേട്ടോ. അപ്പോൾ വിളക്കൊന്ന് കഴുകിയിട്ട് തിരിച്ച് വെക്കാമെന്ന് ഓർത്തേ. വിളക്ക് നമ്മളങ്ങനെ എപ്പോഴും ഞാൻ ആദ്യമൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ എപ്പോഴും കത്തിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ എപ്പോഴും കത്തിക്കത്തൊന്നുമില്ല. എന്തെങ്കിലും വിശേഷ ദിവസമോ അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ വിളക്ക് കത്തിക്കത്തുള്ളേ. അപ്പം വിളക്ക് പിന്നെ ഒന്ന് കഴുകിയിട്ട് വെച്ചേക്കാമെന്ന് ഓർത്ത് അവിടെ പൊടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതും ഒന്ന് കൈയോടെ കഴുകി വെക്കാമെന്ന് ഓർത്ത് കേട്ടോ. ഇതിൻ്റെ അപ്പുറമായിരിക്കും കേട്ടോ മേളിൽ ബെഡ്ഷീറ്റ് മാറ്റാനും തുണി അലക്കാനാണെങ്കിലും ഈ 2-3 ദിവസത്തെ എല്ലാം 3 പേരുണ്ടെന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും മാറുന്നതുകൊണ്ട് ഡ്രസ്സും എല്ലാം അലക്കാൻ ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ. ഇനി അത് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല പണി കിടക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെങ്കിലും പെട്ടെന്ന് തീർക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ കയ്യോടെ പെട്ടെന്ന് എല്ലാം മാറ്റുവാണ്. പുള്ളിയുടെ മൂഡ് എപ്പോഴാണ് മാറുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ കരയാൻ തുടങ്ങും, ചിലപ്പോൾ ഞാൻ മേളിൽ ചെല്ലേണ്ട വരും, ഞാൻ അടുത്തിരിക്കേണ്ട വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റുവാണേ. ഹൗ അത്ര സാധനങ്ങൾ അവിടുന്ന് പോയപ്പോൾ തന്നെ ഒരു സമാധാനം. ക്ലീൻ ആയപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെടി തിരിച്ചെടുത്തുകൊണ്ട് വെക്കുവാണ് കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത് ഇനി ഇതിവിടെ വെക്കണം. കാരണം ഇപ്പം തന്നെ അത് പോയിട്ട് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാനൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഓരോ ഭാഗങ്ങൾ പറന്ന് നമ്മുടെ ദേഹത്തും കൊച്ചൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടെന്ന് ഓർത്ത് ഞാനത് കണ്ടോ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നില്ലേ അത് പറന്ന് കിടക്കുന്നത്. അപ്പോൾ ഞാനത് കൈയോടെ തന്നെ അത് പുറത്ത് കൊണ്ട് വെക്കുവാണ്. ഇനി അത് വേണ്ട, ഇനി നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും ചെടി വാങ്ങിച്ച് വെക്കാം, അല്ലെ ഒറിജിനലോ അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ വല്ല വാങ്ങിച്ച് വെക്കാം. അത് വേണ്ടെന്ന് ഓർത്ത് ഞാനത് കൈയോടെ പുറത്ത് കൊണ്ട് വെച്ചേ. ഇത് കണ്ടോ എൻ്റെ ഡ്രസ്സിൽ ഇപ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് ആയതുകൊണ്ട് ഇതിൽ നല്ലതായിട്ട് കാണാം. ഇപ്പോൾ ആ എടുത്തുകൊണ്ട് പോയ വഴിക്ക് പറ്റി പിടിച്ചതാണ് ഇത്. ഇനി അത് മൊത്തം തട്ടിപ്പറിച്ച് കളയണം. നമ്മുടെ നാട്ടിൽ മറ്റേ ഒരു കോതപ്പുല്ലോ ഏതാണ്ട് നമ്മൾ പറമ്പിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഡ്രസ്സേ മുഴുവനാവുമല്ലോ, പിന്നെ അതൊരു പറിച്ച് കളയാൻ തന്നെ കുറച്ച് സമയം വേണം. അങ്ങനത്തെ ഒരവസ്ഥയായിപ്പോയി ഇപ്പം. ഞാൻ ഈ ബ്രഷ് കൊണ്ട് എത്ര തൂത്തിട്ടും ആ ചെറുത് അതിലെല്ലാം പറ്റി പിടിച്ചിരിക്കുവാണ്. അപ്പം ഞാൻ എന്നെ പോയി കൈയോടെ ഹൂറ് എടുത്തുകൊണ്ട് വന്ന് ഹൂറ് കൊണ്ടൊന്ന് തൂത്ത് നോക്കാൻ പോകുമെന്നറിയാൻ വേണ്ടി ഹൂറ് കൊണ്ടൊന്ന് ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ചൂല് കൊണ്ട് ഹൂറ് ഈ കാർപ്പറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഹൂറ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം പൊടിയൊക്കെ കൊച്ചൊക്കെ ഉള്ളതല്ലേ, പൊടി എടുത്ത് കളയാൻ വേണ്ടി. അല്ലെങ്കിൽ എനിക്ക് ചൂല് മറ്റേ ഇത് ബ്രഷ് തന്നെ ഉപയോഗിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമേ. ആ കൂടെ തന്നെ ഞാൻ എൻ്റെ ദേഹത്തുള്ളതെല്ലാം തട്ടിത്തറിച്ച് ഇടുന്നുണ്ട് കേട്ടോ. അതും ഈ കൂടെ തന്നെ അടിച്ചെടുക്കാമെന്നുള്ള രീതിയിൽ മൊത്തം ഞാൻ താഴോട്ട് കുടഞ്ഞിടുന്നുണ്ടേ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മാത്തപ്പൻ 3-4 തവണ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ അവനെ കൊണ്ട് വിടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാത്തപ്പൻ ഉറങ്ങി, മാത്തപ്പനെ ഉറക്കി, അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും ഈ വീഡിയോയ്ക്കകത്ത് ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഇതുകൊണ്ടുള്ളത് കഴിഞ്ഞ് പിന്നെ അത് കൈയോടെ എടുത്ത് വെക്കുവാണേ. ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. ഞാൻ ആ മാറ്റ് എന്നെ കയ്യോടെ ഇവിടെ വന്നൊന്ന് ആ പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളയാമെന്ന് ഓർത്ത് കേട്ടോ. ഇനി അകത്തിട്ട് തട്ടിയിട്ട് പിന്നെയും അത് ഇരട്ടിപ്പണിയാക്കണ്ടല്ലോ എന്ന് ഓർത്ത് വെളിയിൽ കൊണ്ടിട്ട് അതൊന്നെല്ലാം തട്ടിക്കളയുവാണേ. അതൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇപ്പുറത്തെ വശം മുഴുവൻ കിടക്കും. അതുപോലെ തന്നെ അരിയും ഇന്നലെ വാങ്ങിച്ച വെള്ളവും കൊണ്ടുവന്ന് രാവിലെ ജീനു ഡ്യൂട്ടിക്ക് പോയപ്പം എടുത്തു വെച്ചിട്ട് പോയതായിരിക്കും. ഇനി അത് എടുത്തുകൊണ്ട് സ്ഥാനത്ത് തന്നെ എടുത്ത് വെക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് മാത്തപ്പന് ഉറക്കം വന്നിട്ട് മാത്തപ്പൻ അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കരയുമ്പോഴേ എനിക്കറിയാം ഉറക്കത്തിനാന്ന്. പിന്നെ മാത്തപ്പനെ കൈയോടെ പോയി ഉറക്കിയിട്ടൊക്കെയാണ് വന്നത്. പുള്ളി തന്നെ കിടന്ന് ഉറങ്ങത്തൊന്നുമില്ല, ഞാൻ ചെല്ലണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാത്തപ്പൻ്റെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ആ ഇരുന്നിടത്തോട്ട് തന്നെ എല്ലാം അതേപോലെ തന്നെ എടുത്ത് വെക്കുവാണേ. അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങി വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഓടിച്ചുകൊണ്ട് നടക്കും. അതുകൊണ്ട് എല്ലാം അതുപോലെ തന്നെ എടുത്ത് തിരിച്ച് വെക്കുവാണേ. ഈ വീട് മുഴുവൻ വൃത്തിയാക്കി ഇട്ടാൽ തന്നെ പകുതി പണി തീരും നമ്മുടെ. പിന്നെ ബാക്കിയുള്ള പണി ചെയ്യാനും നമുക്കൊരു ഇത് അല്ലെങ്കിൽ പിന്നെ വീടൊരു നീറ്റല്ല ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ബാക്കി ഏത് പണി ചെയ്താലും ഒരു തൃപ്തി ഉണ്ടാകത്തില്ല അല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് കിച്ചണിലോട്ടൊക്കെ പോകുമ്പോൾ വീട് നല്ലതായിട്ട് കിടക്കുവാണെങ്കിൽ എനിക്ക് അടുക്കളയിലൊക്കെ ആണെങ്കിലും ഓരോന്നൊക്കെ ചെയ്യാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീട് നിരന്ന് കിടക്കുവാണെങ്കിൽ പിന്നെ അതായിരിക്കും എനിക്ക് ആദ്യം അത് ചെയ്ത് തീർത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കയറത്തുള്ളേ. പിന്നെ നമ്മുടെ മാറ്റ് എല്ലാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാറ്റ് തിരിച്ചു കൊണ്ടിടുവാണേ. ഇനി ഇതെല്ലാം പൊക്കി ഇതിൻ്റെ ഇടയിൽ കയറ്റുന്നത് ചെറിയൊരു പണിയാണ്. അപ്പം അത് കൈയോടെ എല്ലാം പെട്ടെന്ന് തന്നെ ഇടുവാണേ. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, പക്ഷേ ഇതൊരു പൊക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടേ. ഇത് പൊക്കിക്കഴിഞ്ഞ് ഇതെല്ലാം കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നടുവിൻ്റെ സ്റ്റെബിലൈസർ പോകും. ഞാൻ എപ്പോഴും എനിക്ക് പറയുന്നത് കേട്ടോ, എൻ്റെ നടുവിൻ്റെ സ്റ്റെബിലൈസർ പോയി കിടക്കുവാന്ന്. അയ്യോ, അങ്ങനെ ഒരു സ്റ്റെബിലൈസർ പോക്കായിരുന്നു ഇന്ന് ഇത് പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക്. എല്ലാം എടുത്ത് പിടിച്ചിട്ടപ്പോഴത്തേക്ക് സമാധാനമായി. അങ്ങനെ ഈ മുറിയിലെ പണി അങ്ങനെ തീർന്നു കേട്ടോ. പിന്നെ നമ്മുടെ മാത്തപ്പൻ്റെ ചെയറും ആ ടേബിളും കൂടെ അങ്ങോട്ട് പിടിച്ചിട്ടാൽ പിന്നെ ഈ മുറിയിലെ പണി തീർന്നു. പിന്നെ നേരെ കിച്ചണിലോട്ട് പോയാൽ മതി കേട്ടോ. ഇത് മാത്തപ്പൻ ഇതിലിരുന്നാണ് കേട്ടോ മാത്തപ്പൻ ഫുഡ് കഴിക്കുന്നത്. അതാകുമ്പോൾ കറക്റ്റ് ടേബിളിൻ്റെ പൊക്കത്തിൽ അവൻ അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ കസാര അവിടെ തന്നെ ഇട്ടേക്കുവാണെങ്കിൽ അവൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി.
ദേ കണ്ടില്ലേ ഏതാണ്ടൊക്കെ അവിടുന്ന് മാറിയപ്പോഴത്തേക്ക് അയ്യോ ഇപ്പം സമാധാനമായി, കുറേ ഇട വന്ന പോലെ ഉണ്ട്. എന്തൊക്കെയായിരുന്നു അവിടെ. അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്ത യുദ്ധം തുടങ്ങാൻ പോകുന്നത് നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ. കിച്ചണിൽ രാവിലെ കഴിച്ച പാത്രം എല്ലാം അതുപോലെ തന്നെ കിടക്കുക. രാവിലെ തന്നെ കഴിപ്പെല്ലാം കഴിഞ്ഞ് മാത്തപ്പനെയും ദോശ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കയറ്റി മേളി വിട്ട് കഴിഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ ഈ ക്ലീനിങ്. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒന്നിച്ച് പാത്രം എല്ലാം കഴുകാമെന്ന് ഓർത്ത് ഞാൻ പാത്രം എല്ലാം അവിടെ ഇട്ടേക്കുവാണ്. ഈ ബലൂണെല്ലാം ബർത്ത്ഡേയുടെ എല്ലാം അവിടെ കിടക്കുവാണ് കേട്ടോ. ചുമ്മാ ഇട പോകുമല്ലോ ഈ ബലൂണെല്ലാം അവിടെ കിടന്നിട്ട് എന്നാത്തിനാന്ന് ഓർത്ത് ഞാൻ അതെല്ലാം പൊട്ടിച്ച് കളയുവാണേ. എന്നിട്ട് അത് തൂത്തി വാരിങ്ങ് കളഞ്ഞാൽ മതിയല്ലോ എന്ന് ഓർത്ത് ആ ബലൂണെല്ലാം ഞാൻ പൊട്ടിച്ച് കളയുമായിരുന്നേ. പൊട്ടിക്കുന്ന ഒച്ച കേട്ടിട്ട് പുള്ളി മേളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മുട്ടായി കൊടുത്തിട്ട് പൊക്കോ മേളിൽ പൊക്കോ അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞ് പിന്നെ മുകളിലോട്ട് കയറ്റി വിടുവാണേ. അങ്ങനെ നമ്മുടെ ഹാളിൽ നിന്ന് തൂത്തുകൊണ്ട് വന്ന വേസ്റ്റ് എല്ലാം ഇവിടെ കൊണ്ട് കിച്ചൻ്റെ അവിടെ കൊണ്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. പിന്നെ കയ്യോടെ തന്നെ അതെല്ലാം തൂത്ത് വാരി ഒരു മൂലയിലോട്ട് ഒതുക്കി വെച്ച് കേട്ടോ. അപ്പോൾ ബാക്കി പണി ക്ലീനിങ്ങും കൂടെ ചെയ്തിട്ട് ഒന്നിച്ച് വാരി കളയാലോ എന്ന് ഓർത്ത് ഞാൻ ആ സൈഡിലോട്ടെല്ലാം ഒതുക്കി കയറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി എപ്പോഴാണ് ഉച്ചക്കത്തേക്കുള്ളതെന്ന് ഓർത്താലും ഉച്ചയ്ക്ക് എനിക്ക് ജിനു ഡ്യൂട്ടിക്കാണെങ്കിൽ ഞാൻ കഴിവതും ഒന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. കാരണം ജിനു വരുന്ന സമയത്ത് ജിനുവിന് എപ്പോഴും എല്ലാ സാധനങ്ങളും ചൂടോടെ തന്നെ വേണം. അപ്പോൾ ജിനു ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ നോക്കുവേ. എനിക്കായിട്ട് പ്രത്യേകം ഒന്നും ഉണ്ടാക്കത്തൊന്നുമില്ല. വല്ല ഇരിപ്പുണ്ടെങ്കിൽ ചില ദിവസം ചോറ് ഇരിപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ചോറ് വേണം അങ്ങനെ വല്ല അല്ലെ മാഗിയോ എന്തെങ്കിലും കാണും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഞാൻ കഴിക്കും. അപ്പോൾ ജിനു വരുമ്പോഴത്തേക്കാണ് ചോറും കറിയും എല്ലാം വെച്ച് വെക്കുന്നത്. എന്നിട്ട് വൈകിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിക്കുന്നത്. അതേസമയം ജിനുവിന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ എല്ലാം ചെയ്യും കേട്ടോ. കാരണം ഉച്ച കഴിഞ്ഞ് പിന്നെ എനിക്ക് അടുക്കളയിൽ കയറി ഒന്നും ചെയ്യുന്ന ഇഷ്ടമില്ല. രാവിലെ തന്നെ എല്ലാ പണിയും തീർക്കാമെങ്കിൽ പിന്നെ സമാധാനത്തോടെ കടയിൽ പോവോ അല്ലെ എവിടെയെങ്കിലും പോവോ ഒക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ മിക്ക പണിയും ജിനു ഉള്ള ദിവസം ചെയ്യുവേ. നമ്മളിങ്ങനെയാണ് കേട്ടോ കുടിക്കുന്ന വെള്ളം വാങ്ങിക്കുന്നത്, ഇങ്ങനെ ബോട്ടിലാണേ. ഇത് മാത്തപ്പൻ്റെ ജ്യൂസാണ്. കയ്യോടെ അതെല്ലാം ആ സൈഡിലോട്ട് ഒതുക്കി വെക്കുവാണേ. പിന്നെ ദേ മാത്തപ്പൻ്റെ മുട്ടായി. മാത്തപ്പന് എന്തൊക്കെ മുട്ടായി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഈ കോലുമുട്ടായാണ് കേട്ടോ അവൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ലിഡിൽ കോലുമുട്ടായി വരും കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാണത്തൂല. അപ്പോൾ കാണുന്നപ്പം ഞങ്ങൾ 1-2 കവർ വാങ്ങിച്ച് വെക്കുവേ. കാരണം അവന് ഇടയ്ക്ക് മുട്ടായി ചോദിക്കുമ്പോഴത്തേക്ക് ഈ കോലുമുട്ടായാണ് കൊടുക്കുന്നത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളങ്ങനെ അത് വാങ്ങിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് പുള്ളി അവിടെ പൊട്ടിച്ച് മുഴുവൻ ഇട്ട് അവിടെ നിരത്തി വെച്ചേക്കുമായിരുന്നു. അത്തപ്പൂട്ട് വെച്ചേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മൊത്തം നിരത്തി ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ആ ട്രോയ്ക്കകത്ത് എടുത്ത് വെച്ചേക്കും. അപ്പോൾ പുള്ളിക്ക് അറിയാം അവിടെ ഉണ്ടെന്നറിയാം. അപ്പോൾ പുള്ളി തന്നെ വന്ന് വേണ്ടപ്പോൾ അതെടുത്ത് കഴിച്ചോളുവേ. അങ്ങനെ കയ്യോടെ ആ ടേബിളും കാര്യങ്ങളും എല്ലാം ഞാൻ തുടച്ചിടുക കേട്ടോ. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഈച്ചയുടെ ഭയങ്കര ശല്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തുടച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും ഈച്ച ഇങ്ങനെ വരും. എനിക്ക് ഈച്ച വരുമ്പോഴത്തേക്ക് ഭയങ്കര അറപ്പാണേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് എന്നെക്കൊണ്ട് ഞാനുള്ള സമയത്തെല്ലാം ഞാൻ ഈ ടേബിൾ എപ്പോഴും തുടച്ചിടും കേട്ടോ. അപ്പോൾ തുടച്ചിടുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഈ ചൂട് കാരണം ഒന്ന് ജനൽ തുറക്കാനോ ഒന്ന് കതവ് പുറത്ത് തുറക്കാനോ ഉടനെ ഈച്ച കയറും. പിന്നെ എന്നാ ചെയ്യാൻ അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ തുടച്ചും വൃത്തിയാക്കിയും തന്നെ ഇരിക്കും. പിന്നെ ഈ ട്രേ ഞാൻ അസ്തേന്ന് മേടിച്ചാണ് കേട്ടോ. നേരത്തെ ഞാൻ ഈ ടിഷ്യൂ പേപ്പറും എൻ്റെ ഈ ക്യാൻഡിലും ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ടേബിളെ മാത്രം വെച്ചേക്കുമായിരുന്നേ. അസ്തേ പോയപ്പോഴത്തേക്ക് ഇതിങ്ങനെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നല്ല പല പല ഫാഷനിലുള്ളത് അവിടെ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ ഈ പച്ച ഒരു ബോർഡർ സൈഡിൽ കൂടെ പോയേക്കുന്നത് അതെനിക്ക് നല്ലതായിട്ട് തോന്നിയുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇത് വാങ്ങിച്ചാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ടിഷ്യൂ പേപ്പർ, പിന്നെ അത് മണി പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇത് ക്യാൻഡിലാണ്. ക്യാൻഡിൽ നമ്മൾ മണം വരാൻ വേണ്ടി കത്തിക്കുന്നതാണ്. അങ്ങനെ ക്യാൻഡിൽ അത് ചേട്ടന് ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ക്രിസ്മസ് ഫ്രണ്ട് അവരുടെ നേഴ്സിംഗ് ഹോമിൽ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പം അത് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കത്തിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ആ ട്രേക്കകത്ത് അത്രയും സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളിടത്തേയും കൂടെ പെട്ടെന്ന് തന്നെ ക്ലീനിങ് തീർക്കുവാണ് കേട്ടോ. ഇത് തീർന്നു കഴിയുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഈ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ. ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് എപ്പോഴും നമ്മളിത് കുക്ക് ചെയ്താൽ ഉടനെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കഞ്ഞി വെച്ച് അതിൻ്റെ തിളച്ച് വീണ ഉടനെ പെട്ടെന്ന് ഇത് എന്നാ പറയുന്നത് ഈ കറയാവുമേ. നമ്മൾ ആ നിമിഷം പോലും പോയി തൂത്താൽ പോലും കറയാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമില്ലേ. നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഇല്ലേ നാട്ടിൽ, അങ്ങനത്തെ ആണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ ആണെങ്കിൽ അത് ഗ്യാസ് സ്റ്റൗ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഇലക്ട്രിക് കുക്കറാന്നേ ഉള്ളേ. അപ്പം എനിക്ക് അങ്ങനെ പെട്ടെന്ന് എപ്പോഴും തുടച്ചിടണം കേട്ടോ. എനിക്കിങ്ങനെ ഇതേ ഈ കാണുന്ന ഭയങ്കര എന്തോ പോലാണ്. പക്ഷേ എന്നാ ചെയ്യുക, നമ്മുടെ വീട്ടിൽ ഇതായിപ്പോയി. എപ്പോഴും ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ നല്ല തുടച്ച് വൃത്തിയാക്കി നമുക്ക് ഇടാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഊരി നമുക്ക് നമ്മുടെ പാത്രം കഴുകുന്നിടത്ത്
കൊണ്ട് കഴുകി എടുത്തൊക്കെ വെക്കാമല്ലോ. ഇത് പക്ഷേ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇതൊന്ന് തിളച്ച് എന്തെങ്കിലും ഒരു സാധനം തിളച്ച് വീണാൽ പിന്നെ അതൊക്കെ അറിയാം. പിന്നെ കമ്പി ഇട്ട് ഉരച്ച് കളയും. ചിലതൊക്കെ ആണെങ്കിൽ കട്ട പിടിച്ച് അതിൽ ഇരുന്നാൽ പിന്നെ പോത്ത് പോലും ഇല്ല. അതുപോലത്തെ ഭയങ്കര ഇത് ചൂടാകാൻ ഭയങ്കര താമസമാണ്. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ ഇപ്പോൾ പാലൊക്കെ ആണെങ്കിലും ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ തിളയ്ക്കും കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്താലും അത് അവിടെ തന്നെ ഇരുന്നോളൂ. പക്ഷേ ഇതിൽ അങ്ങനെ പറ്റത്തില്ല. ഇതൊന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ പാല് തിളച്ച് താഴെ പോകും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ പാത്രം എല്ലാം അതിൻ്റെ അകത്ത് കിടക്കുവാന്ന് തന്നെ. കയ്യോടെ ആ പാത്രം കൂടെ എല്ലാം കഴുകി വെച്ചാൽ പിന്നെ ഇന്നത്തെ പണി തീർന്നു. പിന്നെ മേളിലുള്ള പണിയേ ഉള്ളൂ. പിന്നെ താഴേന്ന് മേളിലോട്ട് കയറി പോകാമെന്ന് ഓർത്ത് പെട്ടെന്ന് കയ്യോടെ ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുവാണേ. ദേ ഇവിടെയാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ പാത്രം കഴുകി വെക്കുന്നത്. നേരത്തെ ഇവിടെ ഡൈനിങ് ടേബിളായിരുന്നു. എന്നോട് ജിനു ആകുന്നേ പറഞ്ഞാൽ നീ അതെടുത്ത് വെളിയിൽ ഇടേണ്ടടി, നമുക്ക് അതിൽ പാത്രം കഴുകി വെക്കാമെന്ന്. അതെങ്ങനെ മൂത്തൊരു പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. അതിൻ്റെ ഇപ്പം ഞാൻ ആ സൈഡിൽ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടാക്കി അവിടെയാണ് പാത്രം വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കൈയോടെ ആ കിടന്ന വേസ്റ്റ് എല്ലാം വാരിയെടുക്കുവാണേ. ഇത് പ്ലാസ്റ്റിക് എന്നാ ഇത് മറ്റേ പൊടി എന്നാ രണ്ടായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വേസ്റ്റും ഏത് വേസ്റ്റാണോ അത് ഇടേണ്ട ബിന്നിൽ തന്നെ ഇടണം കേട്ടോ. പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നമുക്ക് ഗ്രീൻ്റെ അകത്തും അല്ലാത്ത ജനറൽ വേസ്റ്റ് എല്ലാം ബ്ലാക്കിൽ ഇടണം കേട്ടോ. അതാണ് ഞാൻ രണ്ടായിട്ട് വേസ്റ്റ് എല്ലാം എടുക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം ഈ ബ്ലാക്ക് കവറിലിട്ടാണ് എൻ്റെ പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് വെച്ചേക്കുന്നത് അകത്തെ. എന്നിട്ട് ഇത് നിറയുമ്പോഴത്തേക്ക് ഞാൻ പുറത്ത് ബിന്നി കൊണ്ടിടുവേ. ഈ ബ്ലാക്ക് കവറോടെ നമുക്ക് ഇടാൻ പറ്റത്തില്ല, ഇത് കുടഞ്ഞിടണം. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ അങ്ങനെയാണ് അകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള എൻ്റെ ജനറൽ വേസ്റ്റ് എല്ലാം ഈ ബ്ലാക്കിൽ ഇടണം. ഇത് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതും കെട്ടി പുറത്തോട്ട് വെക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാനത് തള്ളി കുറച്ചും കൂടെ തുറന്നത്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതായിട്ട് ദാഹിച്ചു കേട്ടോ. ഇത്രയും നേരം വെള്ളമൊന്നും കുടിക്കാഞ്ഞുകൊണ്ട് നല്ലതായിട്ട് ദാഹിച്ചു. ഞാൻ ഫ്രിഡ്ജിൽ 2-3 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് അത് ഫുള്ള് കുടിച്ചു കേട്ടോ. 1 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ദാഹമായിരുന്നു, അതുകൊണ്ട് ഫുള്ളും കുടിച്ചു. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരു സമാധാനം. എല്ലാവരും പോയി വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം കുടിക്കുന്ന ശരീരത്തിന് ഭയങ്കര നല്ലതല്ലേ. അതുകൊണ്ട് എല്ലാവരും പോയി വെള്ളം കുടിക്കും. ഞാൻ വെള്ളം കുടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാതെ. ദാഹിക്കുന്നുണ്ട് അടുക്കളയിൽ പോയി എടുത്ത് കുടിക്കുക കേട്ടോ. ഈ വെള്ളം ഞാൻ തരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ദേ മൊത്തം ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ട്. വെള്ളം കുടിച്ചപ്പോൾ എന്തൊരാശ്വാസം. പിന്നെ കയ്യോടെ നമ്മുടെ പ്ലാസ്റ്റിക് ഇടുന്ന ആ കവറിൽ ഞാൻ ആ കുപ്പി കൊണ്ടിട്ട് കേട്ടോ. ഇനി പിന്നെ ഒന്നിച്ചെടുത്ത് വെക്കാൻ വേണ്ടി ആ കവറിൻ്റെ അകത്ത് കൊണ്ടിട്ടേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് 2-3 തുണിയില്ലായിരുന്നു, ആ ക്ലോത്തും കൂടെ എന്നെ കയ്യോടെ കഴുകിയിട്ടേക്കാങ്കിൽ പിന്നെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. ഇല്ല, പണി കഴിഞ്ഞില്ല. പണി ദേ വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ താരം താഴോട്ട് ഇറങ്ങി വന്നത് കേട്ടോ. പുള്ളി വന്നപ്പോഴത്തേക്ക് താഴെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര നീറ്റ്. പുള്ളിക്ക് നിരത്താൻ പറ്റിയ നല്ലൊരു ഗ്രൗണ്ട് തന്നെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് അവന് മനസ്സിലായി കേട്ടോ. ഉടനെ ബോളൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. ഞാൻ സാധാരണ ഇപ്പോൾ ഹീറ്റർ ഇടാത്തതുകൊണ്ട് അവൻ്റെ ചെരുപ്പെല്ലാം ഇതിൻ്റെ മേളിൽ എടുത്ത് വെച്ചേക്കുക. പുള്ളിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ആ ചെരുപ്പൊക്കെ എടുത്ത് എറിഞ്ഞു കണ്ടോ. സോഫയിലൊക്കെ വലിച്ചു കയറി. ഇനി കാണാം, ഇനി ശുഭം. അപ്പം ഞങ്ങളുടെ ക്ലീനിങ് ഇനിയും ഇതുപോലെ തന്നെ ഇവിടെ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.